നല്ല വചനം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 20-21 വാക്യങ്ങൾക്കകത്ത് വരുമ്പോൾ Luke chapter 6 verse number 20-21. Then Jesus turned to his disciples and said, God blesses you who are poor, for the kingdom of God is. You are hungry now, for you will be satisfied. God blesses you who weep now, for in due time you will laugh. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യേശു കർത്താവ് പറയുന്നത് ഇവിടെ. അപ്പം നിങ്ങൾ തിരുവചനോട് പറയുന്നു, യേശു തൻ്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ദരിദ്രരാണ്, ദൈവരാജ്യം നിങ്ങളുടേതാണ് അല്ലേ. അപ്പം ദൈവരാജ്യം സമ്പന്നതയുടെ രാജ്യമാണ്. ദൈവരാജ്യത്തിനകത്ത് ഒന്നിനും കുറവില്ല. അവിടെ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനകത്താണ് നിൽക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം പറഞ്ഞ് ഞാൻ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ വസിക്കുവാന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മളെ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ രാജ്യത്തിനകത്തുനിന്ന് പിടിച്ചെടുത്ത് നമ്മളെ പുത്രന്റെ രാജ്യത്തിനകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുക. പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്ത്, യേശു കർത്താവിന്റെ രാജ്യത്തിനകത്ത്, സ്വർഗരാജ്യത്തിനകത്താണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും വസിക്കുന്നത്. എന്നോട് ആരെങ്കിലും പറയാ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഉറപ്പാണോ ഞാൻ സ്വർഗരാജ്യത്തിനകത്താണ്? തീർച്ചയായിട്ടും അതെ. യേശു കർത്താവ് നമ്മളെ ഇരുട്ടിൽ നിന്ന് പിശാചിന്റെ രാജ്യത്തിനകത്തു നിന്ന് വലിച്ചെടുത്ത് നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവരാജ്യത്തിനകത്ത് വസിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്ത് ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, മരണമില്ല, രോഗമില്ല, പ്രതിസന്ധിയില്ല, ഒന്നുമില്ല. അവിടെ ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വഴികളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് എന്ന് വെച്ചാൽ സ്വർഗീയ ദൈവം നമ്മുടെ പിതാവാ, നമ്മുടെ അപ്പന്റെ ശബ്ദം കേൾക്കാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യത്തില്ല. മനുഷ്യര് പറയുന്നതല്ല, പക്ഷെ ദൈവം പറയുന്നത് മാത്രം നമ്മൾ കേട്ട് അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ നോക്കണ്ടേ. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവ് ഇവിടെ പറയുക, ദൈവം നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, പൂവറായിട്ടുള്ളവര്, ദരിദ്രരായിട്ടുള്ളവര്, സ്വർഗരാജ്യം നിങ്ങളുടേതാ. അല്ലെ, എന്ത് കോൺട്രാസ്റ്റാ അതെ അല്ലേ. പാവങ്ങളായിട്ടുള്ളവരോട് പറയാ സമ്പന്നതയുടെ എല്ലാം മതി എന്ന് പറയത്തക്ക വണ്ണമുള്ള ദൈവരാജ്യം നിങ്ങളുടെ. ഈ ദരിദ്രര് എന്ന് പറയുന്ന സാമ്പത്തിക ദാരിദ്ര്യമാണോ ആണെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരുപക്ഷെ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, ആത്മാവിൽ നീതി ലഭിക്കാത്തവര്, ഹല്ലേലൂയ, ആത്മാവിൽ ദരിദ്രര്, കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ അല്ലെ ദൈവരാജ്യം. ഇപ്പം നിങ്ങൾ വിശന്നിരിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളെ തൃപ്തി വരുത്തും, നിങ്ങളുടെ വിശപ്പിനെ അടക്കും. നിങ്ങൾ കരയുവാണെങ്കിൽ, നിരാശയിൽ നിങ്ങൾ കരഞ്ഞ് ഇരിക്കുവാണെങ്കിൽ, അല്ലെ നിങ്ങൾ തക്ക സമയത്തില് നിങ്ങൾ ആനന്ദിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ചിരിക്കും എന്നാണ്, യു വിൽ ലാഫ് എന്നാ പറയുന്നത്. അപ്പം സങ്കടമുള്ളവര് കരയും, പക്ഷേ സന്തോഷമുള്ളവരോ ചിരിക്കും. അപ്പൊ ഇന്ന് സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിരിക്കുന്ന ഒരു കാലം വരും. ഹല്ലേലൂയ, തീർച്ചയായിട്ടും അത്. അപ്പൊ ആർക്കാ? ദൈവരാജ്യത്തിനകത്തുള്ള. അപ്പൊ യേശു ഇത് പറയുന്നത്, യേശുവിന്റെ അടുക്കലേക്ക് തിരുവചനം അതിന്റെ തൊട്ടു മുമ്പ് യേശുവിന്റെ അടുക്കലേക്ക് ആ ദേശത്തുള്ളവരെല്ലാരും യേശുവിൽ നിന്നൊന്ന് കേൾക്കുവാനും യേശുവിൽ നിന്നൊന്ന് സൗഖ്യം പ്രാപിക്കാനും വേണ്ടി വന്നവരാ. ഹല്ലേലൂയ. യേശു എല്ലാവരും, എന്നിട്ട് വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആരൊക്കെ യേശു എന്ന സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ച് ഇവരെയൊക്കെ സുഖമാക്കി, ഭൂതങ്ങളെല്ലാം ഓടിപ്പോയി അല്ലെ. എന്നുവെച്ചാൽ സകലരെയും യേശു നോക്കിയില്ല ഈ ആൾക്കാർ ഏത് വിധത്തിലാണ്, ഇവരെ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഏത് വേഷമാണ് കെട്ടിയിരിക്കുന്നത്, ഒന്നും പുറമേ ഉള്ള ഒരു കാര്യവും യേശു നോക്കിയില്ല, ഒക്കെ സൗഖ്യമാക്കി. ഇന്ന് മനുഷ്യരെ അങ്ങനെ നോക്കുന്നത് അല്ലേ. മനുഷ്യര് നോക്കും, ഇവരെങ്ങനെയാ വേഷം കെട്ടിയിരിക്കുന്നത്, ഇവരെ എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്, ഇവരെന്തൊക്കെയാ പറയുന്നത്, പുറമേ ഉള്ള കുറെ ആകമാനമുള്ള കാര്യങ്ങൾ നോക്കും. പക്ഷെ നോ, യേശു പുറമേ ഉള്ള ഒന്നുമല്ല നോക്കുന്നത്. യേശു ആവശ്യങ്ങൾ നോക്കി നമ്മുടെ ഉള്ളറകൾ നോക്കി പരീക്ഷിച്ച് അല്ലെ യേശു സൗഖ്യമാക്കുക. യേശുവിന്റെ അടുക്കലേക്ക് വന്ന സകലരെയും യേശു സുഖമാക്കി, അല്ലെ ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്തിയില്ല. എന്നിട്ടാണ് യേശു പറയുന്നത്. അപ്പൊ
ഈ വന്നവർക്കൊക്കെ എന്തോ ദാരിദ്ര്യങ്ങളുണ്ടായിരുന്നു. ചിലവർക്ക് ദാരിദ്ര്യങ്ങളുണ്ടായിരുന്നു, ചിലവർക്ക് ആരോഗ്യത്തിന് ദരിദ്രരായിരുന്നു അവര്, ചിലവര് മാനസികമായി ദരിദ്രരായിരുന്നു, ചിലവര് സുബോധം നഷ്ടപ്പെട്ടവരായിരുന്നു. അപ്പൊ അവര് ഏതൊക്കെ മേഖലകളില് അവർക്ക് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അല്ല, ഇന്ന് നമ്മുടെ ലൈഫിനകത്ത് ഈ വചനം ഇവിടെ നിൽക്കുക, ഒന്ന് ജീവിതത്തിനകത്തോട്ടൊന്ന് നോക്കിക്കുക. ഒരു കുറവ് എന്നോട് ആരും പറയല്ലേ അല്ലേ എനിക്ക് ഒരു കുറവും ഇല്ല, ഞാൻ ബഹു സമ്പന്ന വിധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എവിടെങ്കിലും ഒരു കുറവ് കാണും അല്ലെ? എവിടെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് കർത്താവെ ഇതൊന്ന് നേരെയായി കൊള്ളാം. ചിലപ്പോൾ അതൊരു ചെറിയ വശമായിരിക്കാം, പക്ഷെ എനിക്കത് നേരെയായാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം കാണും. കർത്താവ് എന്ന് പറയുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇല്ലായ്മയുണ്ടോ, സ്വർഗരാജ്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് അതിന്റെ സപ്ലൈ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിനകത്ത്, കിങ്ഡം ഓഫ് ഗോഡിനകത്തുനിന്ന്, ദൈവം ഭരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ വസിക്കുന്നത് സോഴ്സ് അവിടുന്ന് നിങ്ങളുടെ ആ കുറവിനെ, ആ ഇല്ലായ്മയെ കർത്താവ് അതിനെ നികത്തി മാറ്റും. ഹല്ലേലൂയ. ആ ദേശത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആവേശത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നത്. എല്ലാരും ഒരുപക്ഷെ രോഗികളായിരുന്നായിരിക്കത്തില്ല, എല്ലാരും മുടന്തുള്ളവരും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരും ഒന്നും ആയിരിക്കത്തില്ലായിരുന്നു, ചില മനസ്സമാധാനം ഇല്ലാത്തവരായിരുന്നായിരിക്കാം അല്ലെ? ചിലവര് പറയുന്നുണ്ടായിരിക്കാം, ഇവർക്കൊക്കെ പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, എനിക്കൊരു വാക്ക് പോലും പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞവരുണ്ടായിരിക്കും. പക്ഷെ അവരെല്ലാവരും യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു, അവരെല്ലാവരും സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആരെ അനുഗ്രഹിക്കും? ദരിദ്രരെ അനുഗ്രഹിക്കും. സ്തോത്രം. യെശയ്യാവിന്റെ 55-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് ദൈവാത്മാവ് ഒരു ഇൻവിറ്റേഷൻ നമുക്ക് തരുക. ഐസയ ചാപ്റ്റർ 55 വേഴ്സ് നമ്പേഴ്സ് 1 and 2. ഹല്ലേലൂയ. ദൈവത്തിന്റെ യേശു കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. എങ്ങനെയാ ക്ഷണിക്കുന്നത്? പറയുന്നുണ്ടോ, ആരെങ്കിലും ദാഹിച്ചിരിപ്പുണ്ടോ? വന്ന് കുടിക്ക്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പണമില്ലെങ്കിലും നിങ്ങൾ വന്ന് കുടിക്കുക. എവിടെ നിന്ന്? കർത്താവിൽ നിന്ന്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയില് പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവനും ഒരേപോലെ. കർത്താവ് നമ്മളെയൊക്കെ നോക്കിയിട്ട് ഇവര് ദശാംശം കൂടുതൽ തരുന്നതാ, അത് കാരണം ഇവരെ ഞാൻ കൂടുതൽ സ്നേഹിക്കാം, ഇവരുടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നടത്തിത്തരാം. ഇപ്പുറത്തൊരുത്തനുണ്ട്, അവന് ജോലി, അവന് ദശാംശം കൊടുക്കാനില്ല, പക്ഷെ അവൻ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് പോകുന്നുണ്ട്. അവൻ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് നിനക്ക് ഞാൻ വേല ചെയ്യാം. എന്നിട്ട് ഓടി നടക്കുന്ന കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ അവനെ നോക്കിയിട്ട് കർത്താവ് പറയുമോ, ഇവന് ഒന്നും തരുന്നില്ല, ഇവന് ദശാംശം ഒന്നുമില്ല തരാൻ, ഇവന് പണമില്ല തരാൻ, അത് കാരണം ഇവനോട് എനിക്ക് സ്നേഹമില്ല. നോ, കർത്താവ് അങ്ങനെ നോക്കുന്ന ഒന്നുമില്ല തരാൻ, ഇവന് പണമില്ല തരാൻ, അത് കാരണം ഇവനോട് എനിക്ക് സ്നേഹമില്ല. നോ, കർത്താവ് അങ്ങനെ നോക്കുന്നവനല്ല. ഹീസ് എ ലെവലർ. അല്ലെ? ഒരേപോലെ എല്ലാരെയും ഒരേ കണ്ണുകളും കൊണ്ട് നോക്കിയിട്ട് അല്ലെ അനുഗ്രഹിക്കുന്ന കർത്താവ്. തിരുവചനോടെ പറയുക, നിങ്ങൾക്ക് പണമില്ലെങ്കിലും ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വൈൻ ഓർ മിൽക്ക്, ഇറ്റ്സ് ഓൾ ഫ്രീ. കണ്ടോ? വെള്ളം, വീഞ്ഞ്, പാല്, എന്ത് വേണമെങ്കിലും വന്ന് കുടിക്കാൻ. ഹല്ലേലൂയ. സാൽവേഷനെ കുറിച്ച്, നമ്മളുടെ ആത്മാവിന്റെ സാൽവേഷനെ കുറിച്ച് സ്തോത്രം. ഹല്ലേലൂയ. വന്ന് കുടിക്കാൻ, വന്ന് ഭക്ഷിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭക്ഷിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പണം. 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായ ദ്രവ്യമില്ലാത്തവരുമുള്ളവരെ വെള്ളത്തിന് വരുവേൻ, വന്നു വാങ്ങി ഭക്ഷിക്കുവേൻ. നിങ്ങൾ വന്നു ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവേൻ. അപ്പമല്ലാത്തതിനു ദ്രവ്യവും. Why spend your money on food that does not give you strength? അല്ലെ? നിങ്ങൾക്ക് ബലം തരാത്ത ഭക്ഷണത്തിന്റെ മേലിൽ നിങ്ങൾ എന്തിന് പണം ചെലവാക്കുന്നു? നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഭക്ഷണത്തിന് നിങ്ങൾ പണം ചെലവാക്കുന്നത്? എന്നെ ഒന്ന് കേൾക്ക്. ലിസൺ ടു മീ ആൻഡ് യു വിൽ ഈറ്റ് വാട്ട് ചെലവാക്കുന്നത്. എന്നെ ഒന്ന് കേൾക്ക്. ലിസൺ ടു മീ ആൻഡ് യു വിൽ ഈറ്റ് വാട്ട് ഇസ് ഗുഡ്. യു വിൽ എൻജോയ് ദ ഫൈനസ്റ്റ് ഫുഡ്. എന്താണ് നമ്മൾ കർത്താവിനെ കേട്ടാൽ നമുക്ക് ഏത് ഭക്ഷണമാണ് കിട്ടുന്നത്? സ്വർഗീയ ഭക്ഷണം, ആത്മീയ ഭക്ഷണം, ദൈവവചനമായ ഭക്ഷണം. ഹല്ലേലൂയ.
ഇതിന് പണം ഇറക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഹല്ലേലൂയ. അടുത്ത് ക്രിസ്തുവിൽ നിന്ന് കുടിക്കണം, ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് ഭക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനം പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള ഭക്ഷണം ഒന്നുമല്ല എനിക്ക് വേണ്ടത്, പക്ഷെ സ്വർഗീയ ഭക്ഷണമാ എൻ്റെ പാനീയം, അല്ലെ എൻ്റെ ആഹാരവും പാനീയവും. നമ്മൾക്ക് ദൈവരാജ്യം എന്താ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും. നമ്മൾക്ക് ദൈവരാജ്യം എന്താ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന സകലതുമാ നമ്മളുടെ ഭക്ഷണം. അതാണ് യേശു കർത്താവിന്റെ ശിഷ്യന്മാര് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തില് അവര് ഉച്ച സമയത്ത് യേശു ആ കിണറിന്റെ, യാക്കോബിന്റെ കിണറിന്റെ അവിടെ വെയിറ്റ്. ശിഷ്യന്മാരെല്ലാം പട്ടണത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വരാൻ. അവര് തിരിച്ചു വന്നപ്പം യേശു ഒരു ശമര്യക്കാരി സ്ത്രീയോട് നിന്ന് സംസാരിക്കുക. അപ്പൊ ഇവർക്കൊരു മടി ചോദിക്കാൻ. അപ്പൊ ഇവര് ഭക്ഷണം കഴിച്ചോ, ഇവരെ കുറെ ഒന്ന് സമാധാനമായി കഴിഞ്ഞപ്പം ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശു പറയാ, ഞാൻ കഴിച്ചു ഒരു ഭക്ഷണം, നിങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. എൻ്റെ സ്വർഗീയ അപ്പായിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക, എനിക്ക് വിശക്കുന്നില്ല. എന്താ? ആത്മീയ ഭക്ഷണം. അതാ നമ്മൾ വചനം കേൾക്കാനിരിക്കുമ്പം, നമ്മളൊരു ആത്മീയ ആരാധനയ്ക്കകത്ത് കയറിയിരിക്കുമ്പം നമുക്ക് ദാഹവുമില്ല, വിശപ്പുമില്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ നമ്മളെ ഉയരത്തിൽ നിന്ന് കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക. ഞാൻ 7-നകത്ത് പറഞ്ഞത്, ദാഹിക്കുന്നുണ്ടോ? നിങ്ങൾ വാ, എൻ്റെ അരികിലേക്ക് വാ, എൻ്റെ അരികിൽ നിന്ന് വന്ന ജീവന്റെ ജലനദികൾക്കകത്തുനിന്ന് നിങ്ങൾ കുടിക്ക്, നിങ്ങളെ ഞാൻ നിറയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളോടൊരു ഇൻവിറ്റേഷൻ ഇടുക. സ്തോത്രം. നമ്മൾ രക്ഷപ്പെടണോ? ഹല്ലേലൂയ. നമ്മളുടെ ആത്മാവിന് സുഖം രക്ഷപ്പെടണോ? ഹല്ലേലൂയ. നമ്മളുടെ ആത്മാവിന് സുഖം പ്രാപിക്കണോ? ഈ വറ്റാത്ത ഉറവയിൽ നിന്ന് കുടിക്ക്, വറ്റാത്ത ക്രിസ്തുവിൽ നിന്ന് ഭക്ഷിക്ക്, ദൈവവചനം ഭക്ഷിക്ക്, ആത്മാവിൽ നിന്ന് പ്രാപിക്ക്. ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞേ, ആത്മാവിൽ നിന്ന് പ്രാപിക്ക്, ദൈവവചനത്തിൽ നിന്ന് ഭക്ഷിക്ക്. ഹല്ലേലൂയ. അങ്ങ് പ്രാപിക്കുന്നവരും അങ്ങനെ ഭക്ഷിക്കുന്നവരും. ഹല്ലേലൂയ. തിരുവചനം ലൂക്കാ സുവിശേഷം 6-നകത്തേക്ക് മടങ്ങി വരാം. വചനം അവിടെ പറയുന്നു, നിങ്ങൾ ദാഹിക്കത്തില്ല, നിങ്ങൾ പട്ടിണിക്കായി പോകത്തില്ല, നിങ്ങളെ തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കും. അപ്പൊ യെശയ്യാവിന്റെ 55:1-2 നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നല്ലത് ഭക്ഷിക്കും, നിങ്ങൾ വന്ന് കുടിക്ക്, സൗജന്യമായി എന്നിൽ നിന്ന് കുടിക്ക്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ 61:3-നകത്തേക്ക് വരുമ്പം, ഐസിയ 61 അതിന്റെ 3-നകത്ത് വരുമ്പം വചനം പറയുന്നു, ഇപ്പം നിരാശയോടെ ഇരിക്കുന്നവര്. ഹല്ലേ, നമ്മൾ ലൂക്കാ സുവിശേഷം 6:21-നകത്ത് കണ്ടു. ഹല്ലേ, നമ്മൾ ലൂക്കാ സുവിശേഷം 6:21-നകത്ത് കണ്ടു, ഇപ്പം കരയുന്നവര് അവരെ തക്ക സമയത്ത് അവരെ കൊണ്ട് ചിരിപ്പിക്കും. അല്ലെ? അപ്പൊ അതിന്റെ പാരലായിട്ടുള്ള വചനമാ യെശയ്യാവിന്റെ 61:3, യെശയ്യാവിന്റെ ഐസിയ 61:3. സിയോനിലെ ദുഃഖിതന്മാർക്കും വെണ്ണീറിനു പകരം അലങ്കാരമാലയും, ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും, വിഷാദ മനസ്സിനു പകരം സ്തുതി എന്ന മേലങ്കിയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പം 3-ാം വാക്യം പറയുന്ന ഐസിയ 61:3, യെശയ്യാവിന്റെ 61:3 പറയുന്നു, ടു ഓൾ ഹു മോർൻ ഇൻ ഇസ്രായേൽ. ഇസ്രായേലിൽ ദുഃഖിതന്മാരായിരിക്കുന്ന എല്ലാവരോടും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിഷാദത്തോടെ ഇരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മേലെ ഇത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുവാണെങ്കിൽ, അന്ന് ഇസ്രായേൽ കാത്തിരുന്നത് അവരുടെ വിടുതലിന് വേണ്ടിയാ കാത്തിരുക. ഹല്ലേലൂയ. നിങ്ങളെ he will give you a crown of beauty for ashes. ഹല്ലേലൂയ. ചാരത്തിനകത്ത് ഇരിക്കുമ്പോൾ ചാരത്തിനകത്ത് ഇരുന്നൊന്ന് നോക്കിക്കേ, കറുത്ത് കരിക്കട്ട പോലെ പുറത്തിറങ്ങി വരും. അല്ലേ? ഒരു വൃത്തിയില്ലാതെ ചാരം നിറഞ്ഞ് പുറത്തിറങ്ങി വരും. ഹല്ലേലൂയ. കാണാൻ പറ്റത്തില്ല. ചാരം നിറഞ്ഞാൽ പിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ വചനം അവിടെ പറയുക, നിങ്ങൾ നിരാശയുടെ ചാരം പൂശി നിങ്ങൾ ഇരിക്കുമായിരുന്നോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഭംഗി, സൗന്ദര്യത്തിന്റെ ഒരു കിരീടം നിങ്ങളെ അണിയിപ്പിക്കും. ചാരം പൂണ്ട് എങ്ങനെ നോക്കിയാലും കർത്താവെ ഭാവി ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്തോ ആയി തീരുവോ എന്തൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുവാണോ, സങ്കടപ്പെട്ടിരിക്കുവാണോ? ഹല്ലേലൂയ. കർത്താവ് പറയാ, ഉറപ്പായിട്ടും നിങ്ങളെ ഹല്ലേലൂയ ഭംഗി കൊണ്ട് ഒരു കിരീടം നിങ്ങളെ അണിയിക്കും. എ ക്രൗൺ ഓഫ് ബ്യൂട്ടി. ഹല്ലേലൂയ. ബ്യൂട്ടി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ യെശയ്യാവിന്റെ 61:3 തന്നെ പറയാ, എ ജോയസ് ബ്ലെസ്സിങ് ഇൻസ്റ്റെഡ് ഓഫ്
മോർണിംഗ്, നിരാശപ്പെട്ട് ദുഃഖിതന്മാരായിരിക്കുന്നവര്, ആരോ മരിച്ചു പോയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ആനന്ദിക്കുവാനായിട്ട് അനുഗ്രഹം കൊടുക്കും. ഹല്ലേലൂയ. സന്തോഷിക്കുവാനായിട്ട് നിരാശയ്ക്ക് പകരം സന്തോഷം ഹല്ലേലൂയ കർത്താവ് കൊടുക്കും. അപ്പൊ അതാണ് തിരുവചനം ലൂക്ക 6 പറഞ്ഞത്. നിങ്ങൾ കരയുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം അങ്ങോട്ട് അല്പം കൂടെ കഴിയുമ്പം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാവും. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ നിരാശകളെ, നിങ്ങൾ ഇന്ന് ദുഃഖിക്കുന്ന വിഷയങ്ങളെ നാളെ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന വിഷയങ്ങളാക്കി തീർക്കും. തീർച്ചയായിട്ടും അതെ. ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടോ? നിങ്ങളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടോ? ആ വിഷയങ്ങളെ നോക്കിയിട്ട് ഈ വചനമാകും. ഇന്ന് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? നാളെ ഞാൻ സന്തോഷിക്കുന്ന സമയമുണ്ടാവും. മറ്റുള്ളവർ എൻ്റെ ആനന്ദം കാണും. അല്ലെ? ഹല്ലേലൂയ. സക്കറിയാവും എലിസബത്തും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ദൂത് പറഞ്ഞ് ഹല്ലേലൂയ എലിസബത്ത് തന്റെ വയസ്സ് ദൂത് പറഞ്ഞ് ഹല്ലേലൂയ എലിസബത്ത് തന്റെ വയസ്സ് പ്രായത്തിൽ ഗർഭിണിയായി. എന്നിട്ട് തിരുവചനം അങ്ങനെ ലൂക്കാ സുവിശേഷം നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോ ഹല്ലേലൂയ കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ പേരിടുന്നത് ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അല്ലെ? എല്ലാരും ചോദിച്ചു എന്താ പേരിടേണ്ടത്? അവന്റെ അപ്പന്റെ പേരിടാം, സക്കറിയാവെന്ന് പേരിടാമെന്ന് പറഞ്ഞപ്പം എലിസബത്ത് സക്കറിയാവ് പറഞ്ഞു അല്ലല്ല, എഴുതി കാണിച്ചു. എന്താ? അവന്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണമെന്ന്. അല്ലെ? അപ്പം ആ കുഞ്ഞിന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോ ആ പ്രദേശത്ത് ഇവർക്ക് ഈ കുഞ്ഞിനെ ലഭിച്ച് ഈ അത്ഭുതം എല്ലാം കണ്ടപ്പം സ്തോത്രം എല്ലാരും അമ്പരന്ന് പോയി, ഓ ഇതെന്തുവാ എന്ന്. പക്ഷെ ലൂക്കാ സുവിശേഷം 1:57-58 ഒരു വാക്യം കിടപ്പുണ്ട്. ഈ എലിസബത്തിന് കുഞ്ഞുണ്ടായപ്പം ആ ദേശം മൊത്തം അവരുടെ അയൽവക്കക്കാരും ബന്ധുക്കാരും എല്ലാവരും അവര് സന്തോഷിച്ചു, അവര് ആനന്ദിച്ചു എന്നൊരു വചനം കിടപ്പുണ്ട്. 58. And when her neighbors and relatives heard that the Lord had been very merciful to her, everyone rejoiced with her. കണ്ടോ? അവളുടെ ദുഃഖം rejoiced with her. കണ്ടോ? അവളുടെ ദുഃഖം മാറി, അവളുടെ നിരാശ മാറി, അവളുടെ വാഗ്ദത്തം വെളിപ്പെട്ടപ്പോൾ, അവളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അസാധ്യതയ്ക്കകത്തു നിന്ന് ഒരു കുഞ്ഞിനെ ലഭിച്ചപ്പോ എന്ത് സംഭവിച്ചു? ആ അയൽവക്കക്കാരും നാട്ടുകാരും ദേശക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും കൂട്ടുകാരും എല്ലാരും അവളോടൊപ്പം ആനന്ദിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഇതേപോലെ ചിലവരുടെ ജീവിതത്തിനകത്ത് ആനന്ദ തൈലം കർത്താവ് പൂശി ആനന്ദത്തിന്റെ മേലാടെ അണിയിച്ച് ആനന്ദിക്കുന്ന കാലങ്ങൾ വരുക. ലൂക്കാ സുവിശേഷം 6:20 ദൈവസന്നിധിയിലെ കർത്താവേ ഇത് നടന്നില്ലല്ലോ അപ്പാ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിപ്പുണ്ടോ? കർത്താവ് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റി ഹല്ലേലൂയ മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ ആനന്ദിക്കുന്നത് കാണിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. എന്ന് രഹസ്യമായിട്ടിരുന്നായിരിക്കും ചില കാണിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. എന്ന് രഹസ്യമായിട്ടിരുന്നായിരിക്കും ചില വിഷയങ്ങളുടെ മേൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, പരസ്യമായി ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുക. ഹല്ലേലൂയ. പരസ്യമായി നിങ്ങൾ ആനന്ദിക്കാൻ പോകുക. നിങ്ങൾ വിളിച്ചു പറയാൻ പോകുക. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ അനേകരോട് വിളിച്ചു പറയാൻ പോകുക. കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് വിളിച്ചു പറയാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കാ സുവിശേഷം 6:22-23 വാക്യങ്ങള്. ഹല്ലേലൂയ. 22-ാം വാക്യം. What blessings await you when people hate you and exclude you and mock the Son of Man. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിച്ചും നിന്ദിച്ചും നിങ്ങൾക്ക് ദുഷ്പേര് ഉണ്ടാക്കി പുറം തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. സ്തോത്രം. നിങ്ങളെ യേശു കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട്, നിങ്ങളെ യേശു പറയുന്നത് പോലെ ഒരു വിഡ്ഢിയെ പോലെ നിങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട്, അല്ലെ ചിലപ്പോ യേശുവിനെ പ്രാർത്ഥിക്കുന്നത് പോലും
ചിലപ്പം നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായേക്കാം അല്ലെ. ചില കാര്യങ്ങളുടെ മേലൊക്കെ നമ്മൾ കണ്ണുപൊട്ടന്മാരെ പോലെ അങ്ങ് വിശ്വസിച്ച് കയറി പിടിക്കുമ്പം നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന വിശ്വാസി സമൂഹമായിരിക്കും. പക്ഷെ അവര് പോലും ചോദിക്കും, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ അല്ലെ, ചോദിക്കാം. അപ്പൊ വചനം നമ്മളോട് പറയുന്ന 4 കാര്യങ്ങൾ അല്ലെ, നിങ്ങളെ ഉണ്ടോ അല്ലെ, ചോദിക്കാം. അപ്പൊ വചനം നമ്മളോട് പറയുന്ന 4 കാര്യങ്ങൾ അല്ലെ, നിങ്ങളെ ആൾക്കാർ വെറുത്താല്, നിങ്ങളെ തള്ളി മാറ്റിയാല്, നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങളെ ശപിച്ചാൽ, ഈ 4 കാര്യങ്ങളും നിങ്ങളെ ചെയ്താലും ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം, നിങ്ങൾക്ക് വേണ്ടി വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയില് നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവര് പറയുന്നതല്ല, പക്ഷെ കർത്താവ് പറയുന്നതിനകത്ത് പിടിച്ച് നമ്മൾ നിന്നിട്ടുള്ളപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ജയം വലുതാ. യേശു പറയുന്നതിന് മുൻതൂക്കം കൊടുത്ത് നിന്നിട്ടുള്ള കാലങ്ങളില് അല്ല, നമ്മുടെ ജയം വലുതാ. ഇന്ന് കർത്താവ് ഉറപ്പോടെ പറയുക, ആരെങ്കിലും യേശുവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് നിപ്പുണ്ട്, എന്നിട്ട് അതിൽ മൂലം നിങ്ങൾക്ക് നിന്ന അനുഭവിക്കുന്നുണ്ട്, കുറ്റം പറച്ചിൽ കേൾക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളെ പ്രാകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട. വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി എൻ്റെ യേശു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം വലുതാ. ഹല്ലേലൂയ. ഞാൻ വലിയ അനുഗ്രഹത്തിനകത്തേക്ക് കയറാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ വലിയ കാര്യങ്ങൾ അനുഭവിക്കാൻ പോവാ, ഞാൻ സന്തോഷിക്കാൻ പോകുക. ഹല്ലേലൂയ. 23-ാം വാക്യം പറയുന്നു, നിങ്ങളെ അങ്ങനെ പ്രാകുന്നുണ്ടെങ്കിൽ, ശപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾക്ക് വട്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾക്ക് വട്ട എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വചനം ഇവിടെ പറയുക, നിങ്ങൾ സന്തോഷിക്ക്, നിങ്ങൾ തുള്ളിച്ചാട്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ വലുതാ. ഇന്ന് പറഞ്ഞേ, കർത്താവ് എന്നെ കിരീടം അണിയിപ്പിക്കാൻ പോകുക, കർത്താവ് എന്നെ ആനന്ദിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. പോകുക. ഹല്ലേലൂയ. ഇങ്ങനെ ഈ വാക്യങ്ങളൊക്കെ പറയണമെന്നേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ കേട്ട വാക്യങ്ങൾക്കകത്തുനിന്ന് വചനം എടുത്ത് പറയണം. ചില വിഷയങ്ങൾക്കകത്തൊക്കെ സങ്കടം കയറി വന്നോ, പറയണം, എൻ്റെ നിരാശ മാറ്റുക. ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് നിരാശയ്ക്ക് പകരം എന്നെ ആനന്ദത്തിന്റെ തൈലം അഭിഷേകം ചെയ്യാൻ പോകുക. എന്നെ ആനന്ദം കൊണ്ട് ഒരു മേലാടെ അണിയിപ്പിക്കാൻ പോകുക. എനിക്ക് സൗന്ദര്യത്തിന്റെ കിരീടം എന്നെ അണിയിപ്പിക്കാൻ പോകുക. അല്ലെ, ഞാൻ എൻ്റെ അനുഗ്രഹത്തിനകത്തേക്ക് കയറാൻ പോകുക. കണ്ടോ, ആ ദേശത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം മുടന്തരും ചെകിടരും ഊമരും മാനസികമായി വിഭ്രാന്തിയുള്ളവരും സകലരും അവർക്കൊരു കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സകലരും യേശുവിന്റെ അടുക്കലേക്ക് പ്രതീക്ഷയോടെ ഓടിച്ചെന്നത്. യേശു എങ്ങനെയാ അവരെ മടക്കി വിട്ടത്? അവര് വന്നതുപോലല്ല അവരെ മടക്കി വിട്ടത് തുള്ളിച്ചാടുന്നവരായിട്ട്, ആനന്ദിക്കുന്നവരായിട്ട്, രോഗസൗഖ്യം കിട്ടിയവരായിട്ട്, സാക്ഷികളായിട്ട്. അവരുടെ ദേശത്ത് ചെല്ലുമ്പോൾ ഇവര് തന്നെയാണോ പോയത് എന്ന് ചോദിക്കത്തക്ക വണ്ണം ആള് മാറ്റിയവരെ പോലെ അവരെ പറഞ്ഞയച്ചത്. ഇന്ന് യേശുവിന്റെ സന്നിധിയിൽ ഒരു നിമിഷമെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം മാറ്റും, ദാരിദ്ര്യം മാറ്റും, നിരാശ മാറ്റും, പ്രതിസന്ധി എടുത്തു മാറ്റും. കർത്താവ് നിങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. ഈ യേശുവിനെ കണ്ടവരും യേശുവിനെ തൊട്ടവരും ഒരിക്കലും പിന്നെ അതേപോലെ ഇരുന്നിട്ടില്ല. യേശുവിനെ കണ്ടവരും യേശുവിനോട് സംസാരിച്ചവരും യേശുവിനെ തൊട്ടവരും എല്ലാം ആള് മാറിയവരാക്കി എൻ്റെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിതത്തിനകത്ത് പലവരുടെയും ജീവിതത്തിനെ നടന്ന് പോകുന്ന വഴിയിൽ ആള് മാറിയതുപോലെ ആക്കിയെടുക്കും. അല്ലെ, കുഷ്ഠരോഗികള് ഒറ്റയടിക്കല്ല അവർക്ക് സൗഖ്യം ലഭിച്ചവര്, അവര് നടന്ന് പോയ വഴിയിൽ അവർക്ക് സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് ചിലവരുടെ ജീവിതത്തിനകത്ത് ദിവ്യ നടന്ന് പോകുന്ന വഴികളില് കർത്താവ് നിന്റെ ജീവിതത്തിനെ സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗികൾക്ക് എങ്ങനെയാണോ അവര് നടന്ന് പോയ വഴിയില് അവരുടെ മൂക്ക് തിരിച്ചു വന്നു, കൺപീലി തിരിച്ചു വന്നു, വിരല് തിരിച്ചു വന്നു, കാല് തിരിച്ചു വന്നു. അത് കർത്താവിന്റെ കരം കോർത്ത് നീ വിശ്വാസത്തോടെ നീ നടക്കുമ്പം നീ ഓരോ സ്റ്റെപ്പിലും ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ തിരിച്ച് തന്നുകൊണ്ടേയിരിക്കും. നിന്റെ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളിൽ നിന്ന് നീ പറയും, നിന്റെ അവസരങ്ങളിൽ നിന്ന് നീ പറയും, പക്ഷെ കർത്താവ് മോക്ക് വേണ്ടി തിരിച്ച് തന്നുകൊണ്ടേയിരിക്കും. കർത്താവ് റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ
ആനന്ദ തൈലത്താൽ കർത്താവ് അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. എന്നെ ഞാൻ ആനന്ദിക്കുന്ന സമയങ്ങളിലേക്ക് കയറി വരിക. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞതിന് പകരം എനിക്ക് സന്തോഷിക്കാൻ ഉള്ള അവസരങ്ങൾ വരുക. കർത്താവ് കിരീടം അണിയിപ്പിക്കുക. ഞാൻ ആനന്ദിക്കും, ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഞാൻ ദരിദ്രനായിരിക്കുന്ന അവസ്ഥ ഏതവസ്ഥയാണോ, ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ആരോഗ്യമായിരിക്കും, സ്നേഹമില്ലാത്ത ദാരിദ്ര്യം, സ്നേഹത്തിൽ ദരിദ്രരായ അവസ്ഥയായിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കർത്താവ് നിറയ്ക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ. ബ്ലെസ് യു. ഹല്ലേലൂയ. ഈ പറഞ്ഞത് ദൈവം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും.